ഹലോ, നമ്മളൊരു ന്യൂ ബോൺ ബേബിയുടെ സ്കേർട്ട് തയ്ക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു മെറ്റീരിയൽ എടുക്കാം. അപ്പോൾ ഒരു കസവിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 28 ഡേ പ്രായമുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സ്കേർട്ടാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് മെഷർ ചെയ്തിട്ട് തുണി കറക്റ്റായിട്ട് കട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ 10 ഇഞ്ചാണ് കറക്റ്റ് ലെങ്ത്ത്. അപ്പോൾ അതിൽ 1 ഇഞ്ച് ഞാൻ കൂട്ടിയെടുക്കുന്നുണ്ട് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് ഇത് നേരെ വെട്ടുമ്പോൾ ചെരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ ഒരു ചോക്ക് വെച്ചിട്ട് ഞാൻ ടേപ്പ് വെച്ച് ഇങ്ങനെ ജസ്റ്റ് വരച്ച് കൊടുക്കുകയാണ്. ടേപ്പ് വെച്ച് ഇങ്ങനെ വരച്ച് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളയാതെ നേരെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വെട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലൊരു പീസാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഒരു കട്ടിങ്ങും കൂടി ഉണ്ട്, അതും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ടേപ്പ് എടുത്തതിന് ശേഷം ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. 2 ഇഞ്ചിൽ 2.5 ഇഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല. 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ അരവണ്ണം എത്രയാണോ അതെടുക്കുക. അരവണ്ണത്തിനെക്കാട്ടും 1 ഇഞ്ച് കൂട്ടിയെടുത്തതിന് ശേഷം അതിനെ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് അരവണ്ണം എനിക്ക് 12 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അതിനെക്കാട്ടും കുറച്ചധികം ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന പീസ് കട്ട് ചെയ്യുമ്പോൾ വളഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ ലൈനിൽ കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വളയാണ്ട് നല്ല പീസായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് നോക്കാം. മുൻപ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് എടുക്കുക. അതിൽ ഇതേപോലെ നമ്മൾ ഞെറികൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഞെറികൾ വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഈ ഒരു സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ കുഞ്ഞ് പ്ലീറ്റ്സ് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതേപോലെ നമ്മളൊന്ന് മടക്കിയിട്ടൊന്ന് അയേൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അയേൺ ചെയ്ത് കൊടുത്താലേ ഈ ഒരു പ്ലീറ്റ്സ് നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അയേൺ ചെയ്തെടുക്കാം. സ്കേർട്ട് തയ്ക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ ഞെറി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അയേൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ നല്ല രീതിയിൽ ഇത് അയേൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, 2 സൈഡും ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും അതേപോലെ തന്നെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂലിങ്ങനെ പിന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് എടുക്കുക. ആ പീസിൻ്റെ തുമ്പ് വശത്ത് ഇതേപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ മുന്നേ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ആ സ്കേർട്ടിൻ്റെ മറുപുറത്ത് ഇതേപോലെ ഇങ്ങനെ വയ്ക്കുക. മറുപുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടപ്പുറത്ത് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മറുപുറമാണ് കേട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി ഇതാണ് നല്ല പുറം. നല്ല പുറത്തേക്ക് ഇങ്ങനെ മറച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഈ ഒരു പീസ് ഇത്തിരി ലെങ്തി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ലെങ്തി ആയിട്ട് എടുക്കണ്ട. ഞാനിവിടെ എനിക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലെങ്തി ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് ഈ ഒരു അളവിൽ വെച്ച് നമ്മൾ എടുത്താൽ മതി. ഇത് നമ്മൾ ഹുക്ക് വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നല്ല ഭാഗത്ത് ഇതേപോലെ നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് സൈഡിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.